നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളു. ഓ കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളു. ലോക പാപച്ചുവെടിനെ ശിരസ്സുകൊണ്ടു ചുമന്നൊഴിപ്പാതിൽ കുരിശെടുത്തു ഗൊൽഗോഥായിൽ പോലും സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ. ഓ മരിച്ചവരിൽ നിന്നാദ്യം ജനിച്ചവൻ ഭൂമിയിൽ രാജാക്കന്മാരെ ഭരിച്ചു വാഴും ഏകനായകൻ. മരിച്ചവരിൽ നിന്നാദ്യം ജനിച്ചവൻ ഭൂമിയിൽ രാജാക്കന്മാരെ ഭരിച്ചു വാഴും ഏകനായകൻ. നമ്മെ സ്നേഹിച്ചവൻ തിരുച്ചോരയിൽ കഴുകി നമ്മെയെല്ലാം ശുദ്ധീകരിച്ച വിശ്വസ്ത സാക്ഷി നിനച്ചു സ്തുതിപ്പിൻ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ. ആ സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കൂ. അധിപനായി വന്ന ദൈവ കുഞ്ഞാൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷവും പ്രത്യാശയും വിശ്വാസമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇവിടെ ശുശ്രൂഷിക്കുന്ന ശ്രേഷ്ഠനായ കർത്തൃദാസൻ കുടുംബം, വീതിയിലായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ഭക്തന്മാരായ കർത്തൃദാസന്മാർ, ഇവിടെ ആയിരിക്കുന്ന പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, സകല ദൈവജനത്തിനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും നന്ദി ഇന്ന് രാത്രി രേഖപ്പെടുത്തിക്കൊണ്ട് ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവിൽ മറയുന്നു. വേദപുസ്തകം തുറക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 30-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യം കിട്ടിയ ദൈവമക്കൾ ശബ്ദം ഉയർത്തി വായിച്ച മതി. ആ വായിച്ച ദൈവവചനത്തിനായി ദൈവമക്കൾ സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം ചെയ്യാം എന്ന് പറയുമ്പോൾ സ്തോത്രം എന്ന് പറയണം ദൈവമക്കൾ. എല്ലാവരും സ്തോത്രത്തെ ആഗ്രഹിച്ചാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായി ഞങ്ങളുടെ പ്രിയ കർത്താവേ, നൽകിയ ദൈവവചനത്തിനായി സ്തോത്രം. ഇന്ന് രാത്രിയിലും ഞങ്ങൾ ദൈവവചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കുന്നു. ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ, ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ, ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകൾ, ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ ഇന്ന് രാത്രി ഒരു ചുരുള് തുറക്കുന്നത് പോലെ ഈ ജനത്തിൻ്റെ ഇടയിൽ തുറന്നു വരുവാൻ ദൈവം സഹായിക്കണം എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ കർത്താവിന് കൈമാറുന്നു. ദൈവം അത് ചെയ്തതിനായി സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരിക്കലൂടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. രാത്രി യോഗമായതുകൊണ്ട് ദീർഘസമയങ്ങൾ നമ്മുടെ മുൻപാകെ ഇല്ല. 8:30 മണിയാകുമ്പോൾ ഈ യോഗം അവസാനിപ്പിച്ച് എനിക്ക് ഇവിടെ നിന്ന് 90 കിലോമീറ്റർ രാത്രി ഡ്രൈവ് ചെയ്ത് വേണം പീത്തൂമിച്ച് കല്ലുവാൻ. നാളെ കടപ്പനാട് അസംബ്ലീസ് കോഡ് സഭയിൽ നടക്കുന്ന ശുശ്രൂഷയ്ക്ക് കടന്നു പോകേണ്ടതാണ്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് ചെന്ന് വേണം കടന്നു പോകാൻ. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കൾ ദൈവസ്ഥലിൽ ഇരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് നമ്മോട് സംസാരിക്കും. സ്തോത്രം. ഇവിടെ
സഹോദരി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടെ പുറപ്പെടുന്ന സകല വചനം കൊണ്ടും എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു. നാം ജീവിക്കുന്നത് അപ്പം കൊണ്ടല്ല, പിന്നെ നാം ജീവിക്കുന്നത് എങ്ങനെയാ എന്ന് പറഞ്ഞാട്ടെ. എങ്ങനെയാ നാം ജീവിക്കുന്നേ? ഒന്ന് ശക്തിയോടെ പറഞ്ഞാട്ടെന്നേ. എങ്ങനെയാ ജീവിക്കുന്നേ? ദൈവത്തിൻ്റെ വായിൽ കൂടെ പുറപ്പെടുന്ന ദൈവത്തിൻ്റെ സകല വചനം കൊണ്ടും എന്ത് ചെയ്യുന്നു? വചനത്തിൽ ജീവിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? സ്തോത്രം. വചനത്തിൽ ജീവിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. വചനത്തിൽ ജീവിക്കുന്ന ജീവിതമാണ് ജീവിതം. സ്തോത്രം. മറ്റുള്ളതൊക്കെ വെറും ജീവിതമായിരിക്കുമ്പോൾ വചനത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം ദൈവസഭയായ എനിക്കും നിങ്ങൾക്കും ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദൈവജനം വചനത്തിൽ ജീവിക്കട്ടെ. വചനത്തിൽ ജീവിക്കുന്ന സഭയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം, സ്തോത്രം. ഈ വെളിപ്പാട് പുസ്തകം നാം വായിക്കുമ്പം, ഇവിടുത്തെ വായിക്കണ്ട, വെളിപ്പാട് പുസ്തകം നാം വായിക്കുമ്പം ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പം ആസിയിലെ 7 സഭകളോടുള്ള ദൂത് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. സ്തോത്രം. 7 സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ ഏതാണ്ട് 6 സഭകളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, മാനസാന്തരപ്പെടണം, മടങ്ങി വരണം, നിന്റെ ആദ്യത്തെ പ്രവൃത്തി നീ എന്ത് ചെയ്യണം? ചെയ്യണം. നീ ഏതിൽ വീണിരിക്കുന്നെന്ന് ഓർക്കണം. സ്തോത്രം, സ്തോത്രം. 7 സഭകളിൽ വെച്ച് ഏറ്റവും ചെറിയ സഭ ഏതാണെന്നറിയാം? ഇവിടെയുള്ള PMG സഭയിലുള്ള ദൈവമക്കൾ വചനം അറിയാവുന്ന അറിയട്ടെ. സ്തോത്രം. 7 സഭകളിൽ വെച്ച് ഏറ്റവും ചെറിയ സഭ ഏതായിരുന്നു? അറിയത്തില്ല. എന്നാ കുണ്ട്ര ജോൺസൺ ബാസ് പറയാം. സ്തോത്രം. ഏറ്റവും ചെറിയ സഭയായിരുന്നു ഫിലദൽഫിയ സഭ. ഏത് സഭയാ? ഏത് സഭയാ? നീ മറക്കരുത്. അടുത്ത പ്രാവശ്യം കർത്താവ് വന്നില്ലെങ്കിൽ വരുമ്പോൾ ഞാൻ ചോദിക്കും. സ്തോത്രം. ഏറ്റവും ചെറിയ സഭയായിരുന്നു ഫിലദൽഫിയ സഭ. ഏറ്റവും വലിയ സഭ ഏതാണെന്നറിയാം? ഏറ്റവും 7 സഭകളിൽ ഏറ്റവും വലിയ സഭ ഏതായിരുന്നു? അറിയത്തില്ല. അത് ജോൺസൺ പാസ്റ്റർ പറയാം. ഏറ്റവും വലിയ സഭയായിരുന്നു ലവോദിക്ക സഭ. ഏത് സഭയാ? പിന്നെ എന്തോ നിങ്ങൾ പഠിക്കുന്നത്? സ്തോത്രം, സ്തോത്രം. എന്തെങ്കിലും കേട്ട് കുറച്ച് കൈയടിച്ച് ബഹളം വെച്ച് പോകുന്ന കാര്യമില്ല. ദൈവത്തിന്റെ വചനം നന്നായി മനസ്സിലാക്കണം. സ്തോത്രം. അങ്ങനെ പഠിക്കുന്ന ഈ മക്കൾക്ക് ആ ദൈവത്തെ സ്തുതിക്കുക. ഏറ്റവും വലിയ സഭയായിരുന്നു ലവോദിക്ക സഭ. ആ സഭയോട് പറയുന്ന കേട്ടോ, നീ അന്ധനാണ്, നഗ്നനാണ്, കുരുടനാണ്. സ്തോത്രം, സ്തോത്രം. നീ ഊമനാണ്, നീ ശീതവാനുമല്ല, നീ ഉഷ്ണവാനുമല്ല. നീ മാനസാന്തരപ്പെടണം, നീ മടങ്ങി വരണം. സ്തോത്രം. ഇത് ലവോദിക്ക സഭയോട് മാത്രമല്ല പറയുന്നത്, ആ സ്തോത്രം വേറെ 5 സഭകളോട് പറയുന്നു. സ്തോത്രം. മാനസാന്തരപ്പെടണം, മടങ്ങി വരണം, ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. 6 സഭകളോട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ പറയുമ്പോൾ ഏറ്റവും ചെറിയ സഭയായിരുന്നു ഫിലദൽഫിയ സഭ. ഫിലദൽഫിയ സഭയോട് മാത്രം മാനസാന്തരപ്പെടാനോ മടങ്ങി വരാനോ യഥാസ്ഥാനപ്പെടാനോ, നീ അന്ധനാണെന്നോ ഊമനാണെന്നോ നഗ്നനാണെന്നോ കുരുടനാണെന്നോ നീ വീണെന്നോ എഴുന്നേൽക്കണമെന്നോ ഒന്നും പറയുന്നില്ല. സ്വത്രം, സ്വത്രം. ആ ചെറിയ സഭ പറയുന്ന പദം നിങ്ങൾ കേട്ടോ? ഫിലദൽഫിയ സഭയോട് പറയുന്ന പദം കേട്ടോ? ഞാൻ പറയാം. സ്വത്രം വഹിക്കണ്ട. ഞാൻ പറയുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. പറയുക, നിനക്കല്പമേ ശക്തി ഉള്ളെന്ന് എനിക്കറിയാം. നിനക്ക് എത്രയുള്ള ശക്തി? നിനക്ക് ആളുബലം വളരെ കുറവാ, നിനക്ക് സമ്പത്ത് വളരെ കുറവാ, നിനക്ക് ജനസംഖ്യ വളരെ കുറവാ, നീ വളരെ ഒരു ചെറിയ സഭയാ, നിനക്കല്പമേ ശക്തിയുള്ളെന്ന് എനിക്കറിയാം. നിനക്ക് വലിയ ശക്തിയില്ല. ബാക്കി 6 സഭ, അപ്പൊസ്തോലൻ തുടങ്ങി ലവോദിക്ക വരെയുള്ള ബാക്കി 6 സഭകൾക്ക്
വലിയ ശക്തിയും ആത്ബലവും സമ്പത്തും ധനവും സ്വത്രം വലിയ വലിയ ശക്തി ഉണ്ടായിരിക്കുമ്പോൾ ഒരു ശക്തിയുമില്ലാത്ത സഭയായിരുന്നു ഫിലദൽഫിയ സഭ. ആ സഭയോട് പറയാണ്, നിനക്കൽപ്പമേ ശക്തി ഉള്ളൂ എങ്കിലും. അടുത്ത പദം എങ്കിലും. എല്ലാ സ്വത്രം പറഞ്ഞാട്ട് എങ്കിലും 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 നീ ഒന്ന് പറഞ്ഞാട്ട് നീ എന്റെ വചനം കാത്തു. എന്തോ കാത്ത്? നീ എന്റെ വചനം കാത്തു. വചനം കാത്ത സഭയോട് പറയുന്നു, നീ എന്റെ വചനം കാത്തത് കൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ചെന്ന് ചെയ്യാൻ പോവുക. എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത്? ഒന്ന്, ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെക്കും. യേശു നാമത്തില് ബാക്കി 6 സഭയോട് പറയുന്നില്ല നീ വചനം കാത്തെന്നോ ഞാൻ വാതിൽ തുറക്കാമെന്നോ 6 സഭയോട് പറഞ്ഞില്ല. കൊച്ചു സഭയോട് പറയുന്നു, നിനക്കൽപ്പമേ ശക്തി ഉള്ളെങ്കിലും നീ എന്റെ വചനം കാത്തത് കൊണ്ട് ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെക്കും, അതാർക്കും അടച്ചുകൂടാ. നാമത്തില് മനസ്സിലായി കർത്താൻ സ്തോത്രം ചെയ്താട്ടെ. ഇപ്പൊ വചനം കാത്ത സഭയാണ് ഏത്? ഫിലദൽഫിയ സഭ വചനം കാത്ത സഭയാ. വചനം കാത്ത സഭയോട് പറയുന്നു, നിന്റെ വാതിൽ അടഞ്ഞിരിക്കത്തില്ല. ഇന്ന് രാത്രി ദൂത് മനസ്സിലാക്കിക്കോ. വചനം കാത്ത ദൈവസഭയെ, വചനം കേൾക്കുന്ന ദൈവസഭയെ, വചനം ഏറ്റെടുക്കുന്ന സഭയെ, നിന്റെ വാതിൽ അടഞ്ഞിരിക്കത്തില്ല. ദൈവത്തെ സ്തുതിച്ചാട്ടെ. വാതിൽ തുറക്കാൻ ശക്തിയുള്ളതാ ദൈവത്തിന്റെ വചനം. ഇന്ന് രാത്രി ഇവിടെ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം ദൈവസഭ ഏറ്റെടുക്കുന്നെങ്കിൽ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും. വചനം ചെന്ന് വാതിലുകൾ തുറക്കട്ടെ. സ്തോത്രം ചെയ്താട്ടെ. പ്രവാചകൻ വന്ന് നിന്റെ തലയിൽ കൈവച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും ഇവിടെ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം സ്തോത്രത്തോടെ ഏറ്റെടുത്താൽ മതി, വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കും. നീ എന്റെ വചനം കാത്തത് കൊണ്ട് നിനക്ക് അല്പമേ ശക്തി ഉള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തത് കൊണ്ട് ഞാൻ വാതിൽ തുറക്കപ്പെടാം. യേശുവിന്റെ നാമത്തിന് വചനം കാത്താൽ വാതിൽ തുറക്കുമെങ്കിൽ, വാതിൽ അടയണമെങ്കിൽ എന്തോ ചെയ്യണം? യേശു നാമത്തില് ഈ വചനം ഇവിടെ പറയുമ്പോ മിണ്ടാതെ ഇരുന്നാ മതി. ഇല്ലെങ്കിൽ തൂണേലോ ഭിത്തിയിലോ തറയിലോ ചാരിയിരുന്ന് മയങ്ങിയിരുന്നാ മതി. ഈ വചനം കേൾക്കുമ്പോൾ ഒന്നും പ്രതികരിക്കാതിരുന്നാ മതി. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് സിസ്റ്റമാ, വാതിലങ്ങ് അടഞ്ഞോളൂ. പറഞ്ഞ മനസ്സിലായില്ലയോ? എവിടൊക്കെ വാതിൽ അടയണോ അവിടൊക്കെ വാതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞോളൂ. പക്ഷേ വാതിൽ തുറക്കാൻ മനസ്സുണ്ടോ? ദൈവത്തിന്റെ വചനം കാക്കട്ടെ, വചനം ഏറ്റെടുക്കട്ടെ, വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യട്ടെ. യേശു നാമത്തില് പറയുന്നു, ഭൂതലത്തിലെങ്ങും വരാൻ പോകുന്ന പരീക്ഷാകാലത്ത് നീ പേടിക്കണ്ട, ഞാൻ നിന്നെ കാത്തുകൊള്ളാം. ഞാൻ നിന്റെ ദൈവമെന്ന്, നീ എന്നെ സേവിച്ചെന്ന് ജാതികൾ അറിയും. ഞാൻ നിന്നെ ദൈവത്തിന് സ്തോത്രം എന്റെ ആലയത്തിൽ ഒരു തൂണാക്കി നിർത്തും. ഞാൻ എന്റെ നാമം, എന്റെ പിതാവിന്റെ നാമം, പുതിയ യെരൂശലേമിന്റെ പുതിയ നാമം ഞാൻ നിന്റെ മേൽ എഴുതി വെക്കും. യേശു നാമത്തില് ഇത് ആർക്ക് വേണ്ടിയുള്ള വാഗ്ദത്തമെന്ന് അറിയാമോ? വചനം കാത്തവർക്ക് വേണ്ടിയുള്ളതാ. വചനം കാത്ത ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. വചനത്തിനായി ദാഹിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി ഒരു വലിയ പ്രസംഗം പറഞ്ഞു പോകാനല്ല ഞാൻ കർത്താവിൽ മറയുന്നത്. ദൈവാത്മാവ് എനിക്ക് നൽകിയ ചില ദൂതുകൾ തൊട്ട് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുക. സ്തോത്രം. ഈ രാത്രി ഇവിടെ എന്ത് ദൂത് സംസാരിക്കണമെന്ന് ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവനോട് പറഞ്ഞു, എന്റെ ജനത്തിന്റെ മേൽ, സഭയുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, സന്തതിയുടെ സന്തതിമേൽ ഒരു വലിയ സന്ധിയുടെ പാട വീണ് കിടക്കുന്നു. നാമത്തിന്
യേശു നാമത്തില് ഈ ദിവസങ്ങളില് ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ആ പാട പൊട്ടിച്ച് മാറ്റും. ഞാൻ ആ പാട പൊട്ടിച്ച് മാറ്റും. ഞാൻ ആ പാട പൊട്ടിച്ച് മാറ്റും. വിശ്വസിക്കും ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഒരു സന്ധിയുടെ പാട, ഒരു സന്ധിയുടെ മറ, ഒരു സന്ധിയുടെ മറശീല, ഒരു സന്ധിയുടെ അടപ്പ് ഇന്ന് രാത്രി ദൈവസഭ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊട്ടി മാറുന്ന കാഴ്ച ആത്മാവിൽ കാണുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുവിന്റെ നാമത്തിന് അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ ഭാഗത്തേക്ക് വരിക, ആ വായിച്ച വേദഭാഗത്തേക്ക് വരിക. 30-ാം സങ്കീർത്തനം 5-ാം വാക്യമേ ഇവിടെ വായിച്ചത്. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിച്ചാട്ടെ, വായിച്ചാട്ടെ. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളു, അവന്റെ പ്രസാദമോ ജീവപര്യന്തം ഉള്ളത്. അതവിടെ നിൽക്കട്ടെ. അടുത്ത പദം വായിച്ചാട്ടെ. എല്ലാവരും പദം ശ്രദ്ധിക്കുക. സന്ധിയിൽ കരച്ചില് കയറി വന്നു. സന്ധിയിൽ ആര് വന്ന്? എല്ലാവരും പറഞ്ഞാട്ട് ആര് വന്ന്? സന്ധിയിൽ ആര് കയറി വന്ന്? കരച്ചില് കയറി വന്നു. എന്തോ ചെയ്യുക? ഭവനത്തിൽ രാപാർക്കുന്നു. യേശു നാമത്തില്, യേശു നാമത്തില്. എന്നാൽ ഉഷസ്സിലോ, ഉഷസ് എന്തോ കൊണ്ടുവരുന്നു. ഉഷസ്സോ ആനന്ദത്തെയും സന്തോഷത്തെയും സ്വസ്ഥതയെയും സമാധാനത്തെയും നന്മയെയും വിടുതലിനെയും സ്വസ്ഥതകൾ ഉഷസ് കൊണ്ടുവരുമ്പോൾ അതിന് എതിരെ കയറി വന്ന ഒന്നാണ് സന്ധ്യ. യേശുവിന്റെ നാമത്തില്, യേശു നാമത്തില് ഇന്ന് രാത്രി നിങ്ങൾ ഈ ദൂതേറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇനി നിങ്ങളുടെ ഭവനങ്ങളിൽ സന്ധ്യ രാപാർക്കാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഇതൊരു പ്രസംഗമായിട്ട് ആരും ഇവിടെ കേട്ടോണ്ടിരിക്കണ്ട. ഇതൊരു ദൂതായിട്ട് ഏറ്റെടുക്കുന്നെങ്കിൽ എവിടൊക്കെ നിന്റെ ജീവിതത്തിൽ സന്ധികൾ വന്നിരിക്കുന്നോ അതിന്റെ മേൽ ഇന്ന് രാത്രി സ്വർഗം ഒരു വിടുതൽ തുറക്കപ്പെടാൻ പോകുക. വിശ്വസിക്കുക ദൈവമൊക്കെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ ശുശ്രൂഷ ഇന്ന് രാത്രി ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില സന്ധിയുടെ വിലാപങ്ങൾ, സന്ധിയുടെ കരച്ചിൽ, സന്ധിയുടെ വേദന, സന്ധിയുടെ മുറവിളി, സന്ധിയുടെ ഭീതി, സന്ധിയുടെ ഞരക്കം ഇന്ന് രാത്രി ദൈവസഭയെ വിട്ട്, ദൈവസഭയെ വിട്ട്, ദൈവസഭയെ വിട്ട്, ദൈവസഭയെ വിട്ട് ഇന്ന് രാത്രി ജനത്തെ വിടുതൽ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആഗോള വ്യാപകമായി ലോകരാഷ്ട്രങ്ങളിൽ ഒരു വലിയ സന്ധ്യ വ്യാപിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഒരു സന്ധ്യ മൂടിക്കൊണ്ടിരിക്കുക. ഗൾഫ് മേഖലയെ ഒരു സന്ധ്യ മൂടിക്കൊണ്ടിരിക്കുക. യൂറോപ്യൻ രാജ്യങ്ങളെ ഒരു സന്ധ്യ മൂടിക്കൊണ്ടിരിക്കുക. ഇസ്രായേൽ രാഷ്ട്രത്തെ ഒരു സന്ധ്യ മൂടിക്കൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തില് അത് ആത്മീയ മണ്ഡലത്തെയും ഒരു സന്ധ്യ മൂടിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തില്, യേശു നാമത്തില്. എപ്പോഴാണ് സന്ധ്യ വന്ന് കയറുന്നത്? സന്ധ്യ എന്ന് പറഞ്ഞാൽ പകലുമല്ല രാത്രിയുമല്ല, പകലിന്റെ അവസാനവും ഒരു രാത്രിയുടെ ആരംഭവും. യേശുവിന്റെ നാമത്തില്, യേശു നാമത്തില്. പകലിന്റെ അവസാനവും രാത്രിയുടെ ആരംഭവും എന്ന് പറഞ്ഞാൽ ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു മഹാരാത്രി, ഒരു ഭയങ്കര രാത്രി. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടിയിട്ട്, അന്ധകാരം ദേശത്തെ മൂടി ഒരു വലിയ ആർക്കും പ്രവർത്തിപ്പാൻ കഴിയാത്ത ഒരു മഹാരാത്രി ഭൂലോക വ്യാപകമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിന്, യേശുവിന്റെ നാമത്തിന് അതിന്റെ സന്ധ്യ ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു.
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ വിശുദ്ധിക്കും വേർപാടിനും നീതിക്കും പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവസഭയെ സന്ധ്യ നിന്നെയോ നിന്റെ ഭവനത്തെയോ നിന്റെ സഭയോ മൂടുവാൻ നീ അനുവദിക്കരുത്. ദൈവത്തെ സ്തുതിച്ചാട്ട്, ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇന്ന് രാത്രി ദൂതേറ്റെടുത്ത് പ്രാർത്ഥിച്ചോ, നിന്റെ ഭവനത്തിനകത്ത് ഒരു വിടുതൽ നടക്കേണ്ടത്. നീ ദൈവസ്ഥൽ ഇരിക്കുന്നു, നീ ആരാധിക്കുന്നു, നീ പ്രാർത്ഥിക്കുന്നു, നീ ദൈവത്തെ സ്തുതിക്കുന്നു, പക്ഷേ നിന്റെ അകത്ത് ഒരു സന്ധ്യ വ്യാപാരത്തോടിരിക്കുക. അതിന്റെ വേദന നീ ശരീരത്തിനും മനസ്സിനും ഭവനത്തിനും സന്തതിയിലും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഈ ദൂതത്തെ പ്രാർത്ഥിക്കുന്നെങ്കിൽ അതിന് നിന്റെ ഭവനത്തിൽ വ്യാപാരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഓ, ദൈവത്തെ സ്തുതിച്ചോ, ദൈവത്തെ സ്തുതിച്ചോ. അനുഭവിക്കുന്ന ദൈവമൊക്കെ ദൈവത്തെ സ്തുതിച്ചോ. നിന്റെ ശരീരത്തെ ബന്ധിച്ചത്, മനസ്സിനെ ബന്ധിച്ചത്, നിന്റെ ഭാവിയെ ബന്ധിച്ചത്, ആത്മാക്കളെ ബന്ധിച്ച